Hello students, Plus 1 Mathematics, Chapter Wise Previous Year Questions and Answers ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന 5ാമത്തെ ചാപ്റ്ററിൻ്റെ മാർച്ച് 2020ലെയും ഇംപ്രൂവ്മെൻറ്റ് 2019ലെയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. മാർച്ച് 2020ലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ സെറ്റ് ഈസ് 2 ആൻഡ് ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് ഈക്വൽ ടു π/3. റൈറ്റ് ദ കോംപ്ലക്സ് നമ്പർ ഇൻ ദ ഫോം a plus ib. Find square root of the above complex number. So, given modulus of z equal to 2. Modulus of z is denoted by using the letter r. That is r equal to 2. And argument of z equal to π/3. That is theta equal to π/3. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് r equal to 2, theta equal to π/3. കോംപ്ലക്സ് നമ്പറിന് a plus ib ഫോമിൽ എഴുതണം. ആറും തീറ്റയും തന്നാൽ നമുക്ക് പോളാർ ഫോം അറിയാം. പോളാർ ഫോം ഈസ് z equal to r into cos theta plus I sin theta. Substitute r and theta, we get 2 into cos π/3 plus I sin π/3. അപ്പോൾ പോളാർ ഫോമിൽ ആറും തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. r equal to 2, theta equal to π/3. Then what is cos π/3? Cos 60 equal to 1/2. Sin 60 equal to root 3/2. Is 2 into 1/2 plus I root 3/2. 2 cancelled. We get 1 plus I root 3. ഈ 2 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 2/2 ആയിട്ട് മാറും. 2/2 1 ആയിട്ട് ക്യാൻസൽ ആകും. ഹെൻസ് 1 plus I root 3. We get the complex number as 1 plus I root 3. Next find square root of 1 plus I root 3. So root of 1 plus I root 3 equal to x plus iy. നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് x plus iy എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഏത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിച്ച് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ റൂട്ട് ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? സ്ക്വയർ ചെയ്യുക. സ്ക്വയറിംഗ് വി ഗെറ്റ് 1 plus I root 3 equal to x plus iy whole square. അപ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പം റൂട്ട് കട്ടാകും. ഇവിടെ x plus iy whole square. a plus b whole square equal to a square plus 2ab plus b square. Hence x square plus 2xy. അതിലെങ്ങനെ എഴുതാ? i ഫ്രണ്ടിലേക്ക് എടുത്താൽ i 2xy plus iy whole square. That is I square y square. I square equal to -1. അപ്പോൾ ഇതെന്താകും? -y square. നമുക്ക് റിയൽ പാർട്ടെല്ലാം ഒരുമിച്ച് എഴുതാം. I ഇല്ലാത്ത പാർട്ട്. അപ്പോൾ x square minus y square plus I into 2xy. അപ്പോൾ ഏതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ ഇതൊക്കെ ഒരേ രീതിയിലാണ് എഴുതേണ്ടത്. x square minus y square plus I 2xy ഈക്വൽ ടു നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ട കോംപ്ലക്സ് നമ്പർ ആയിട്ട് വരും. പിന്നെ എന്ത് ചെയ്യുക? ഇതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കമ്പയർ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടുന്നത്? x square minus y square ഈക്വൽ ടു 1. 2xy ഈക്വൽ ടു root 3.
ടേക്ക് ഇക്വേഷൻ നമ്പർ 1 and 2. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കിട്ടി. ഇനി എന്ത് കിട്ടണം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടിയാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ വാട്ട് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2xy ഹോൾ സ്ക്വയർ. അപ്പോൾ 2xy ഹോൾ സ്ക്വയർ 4x സ്ക്വയർ വൈ സ്ക്വയർ വരും. ഇവിടെ -2x സ്ക്വയർ വൈ സ്ക്വയർ എന്ത് വരും? പ്ലസ് 2x സ്ക്വയർ വൈ സ്ക്വയർ. ദിസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ പ്ലസ് ദിസ് വൺ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് √3 സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും സ്ക്വയർ ചെയ്യുക. 1 square is 1, √3 square is 3. 1 plus 3 equal to 4. X square plus y square whole square equal to 4. Hence, x square plus y square equal to 4 ന്റെ റൂട്ട് എന്താണ്? 2. x square minus y square equal to 1. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ക്യാൻസൽ ആയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x square equal to 2 plus 1 equal to 3. അപ്പോൾ x square equal to 3/2. x equal to plus or minus √3/2. അപ്പോൾ x square 3/2 ആണെങ്കിൽ അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ x equal to plus or minus √3/2. അപ്പോൾ x നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് y. അപ്പോൾ y എങ്ങനെ കിട്ടുക? പ്ലസ് ചെയ്യുമ്പോൾ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കട്ടായി. അപ്പോൾ എക്സ് സ്ക്വയർ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഇക്വേഷൻസും സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ കട്ടാവും. വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്താകും? 2y സ്ക്വയർ ഈക്വൽ ടു 2 മൈനസ് 1 1. വൈ സ്ക്വയർ ഈക്വൽ ടു 1/2. വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √1/2. Then x equal to plus or minus √3/2, y equal to plus or minus 1/2. അപ്പോൾ 2xy equal to √3 ആണ്. അപ്പോൾ 2xy പോസിറ്റീവ് ആണെങ്കിൽ എക്സും വൈയും ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സും വൈയും എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ എക്സ് പോസിറ്റീവ് എടുക്കുന്നുണ്ടെങ്കിൽ വൈ എന്തായിട്ട് എടുക്കണം? പോസിറ്റീവ് എടുക്കണം. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ വൈ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഹെൻസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് i √3 ഈക്വൽ ടു √3/2 പ്ലസ് i √1/2. എക്സും വൈയും പോസിറ്റീവ്. ഇനി എക്സും വൈയും നെഗറ്റീവ് എടുത്താലോ? ഈക്വൽ ടു -√3/2 മൈനസ് i √1/2. അപ്പോൾ ഇത് രണ്ടുമാണ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് i √3. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിൽ എല്ലാ പ്രോബ്ലവും ഒരേ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. ഇത് മാത്രമേ വ്യത്യാസം വരുള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഈ ഒരു നമ്പറിലാണ് വ്യത്യാസം വരിക. ബാക്കിയൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇംപ്രൂവ്മെന്റ് 2019. Solve x square minus x plus 1 equal to 0. Convert the roots of the above quadratic equation into polar form. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ഫോർമുല നമുക്കറിയാം. x equal to -b plus or minus √b² minus 4ac/2a. Here a equal to coefficient of x square 1, b equal to coefficient of x -1, c equal to 1. Substitute these three values in this formula. We get -1 plus or minus √(-1) whole square minus 4 into a into c whole divided by 2 into a. This one. -1 plus or minus √(-1) in the square 1 minus 4 into 1 into 1 4 divided by 2. 1 plus or minus √(1 minus 4 3 ആണ് -3 divided by 2.
റൂട്ട് -3 നമ്മൾക്ക് എങ്ങനെ എഴുതുക? അതും ഒരു ഇമാജിനറി നമ്പർ ആണ്. ആ ഇമാജിനറി നമ്പറിനെ നമ്മൾ എങ്ങനെ എഴുതുക? 1 ± റൂട്ട് -1 എന്താണ്? I √3 / 2. This is complex number. നെക്സ്റ്റ് ഈ കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിൽ എഴുതണം. 1 ± I √3/2 equal to what is polar form? R into cos theta plus I sin theta. ഫസ്റ്റ് 1 + I √3/2 എടുക്കുക. പിന്നെ 1 - I √3/2 ഏകദേശം സെയിം ആയിട്ട് തന്നെ വരും. ഈക്വൽ ടു R, ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. അപ്പൊ R cos theta പ്ലസ് I R sin theta. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കമ്പയർ ചെയ്യുക. വി ഗെറ്റ് R cos theta equal to 1/2, R sin theta equal to √3/2. Next find the value of R. R equal to square root of a square plus b square. A means real part, B imaginary part. This root of 1/2 whole square plus √3/2 whole square. 1/4. Here √3 ന്റെ square 3, 2 ന്റെ square 4. 3/4. This whole divided by 4 common. 1 plus 3 is 4. 4/4 കിട്ടും. 4/4 എത്രയാണ്? 1. √1 equal to 1. അപ്പോൾ നമുക്ക് R കിട്ടുന്നത് 1 ആണ്. ഇനി ഈ ആറിന്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 1 × cos theta equal to 1/2. ദാറ്റ് ഈസ് cos theta equal to 1/2. 1 × sin theta equal to √3/2. This sin theta equal to √3/2. Cos theta 1/2. Then what is the value of theta? Theta equal to 60 degree. That is π/3. അപ്പൊ തീറ്റയും കിട്ടി, ആറും കിട്ടി. Hence 1/2 plus I √3/2 equal to 1 × cos π/3 plus I sin π/3. ആറും തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പോളാർ ഫോമിൽ. നെക്സ്റ്റ് 1/2 മൈനസ് I √3/2 ഈക്വൽ ടു R × cos theta plus I sin theta. അപ്പൊ നേരത്തെ ചെയ്ത അതേ രീതിയിൽ ആറിന്റെ വാല്യൂ എത്ര കിട്ടും? 1 കിട്ടും. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ R cos theta equal to 1/2. R 1 ആയതുകൊണ്ട് cos theta equal to 1/2. sin theta equal to എന്ത് കിട്ടും? നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നെഗറ്റീവ് √3/2. അപ്പൊ സൈൻ പോസിറ്റീവും കോസ് പോസിറ്റീവും സൈൻ നെഗറ്റീവും വരുന്നത് എവിടെയാണ്? 4th ക്വാഡ്രന്റിലാണ്. 4th ക്വാഡ്രന്റ് ആയതുകൊണ്ട് എന്തായിരിക്കും ആംഗിൾ വരിക? നെഗറ്റീവ് ആണ് ആംഗിൾ വരിക. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നെഗറ്റീവ് ആണ് ആംഗിൾ വരിക. ഹിയർ 1/2 ആംഗിൾ വരുന്നത് എവിടെയാണ്? π/3ലാണ്. ഹെൻസ് തീറ്റ ഈക്വൽ ടു -π/3. 4th ക്വാഡ്രന്റ് ആയതുകൊണ്ടാണ് -π/3. -π to π ആണ് ഏത് വരിക? പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് വരിക. അപ്പൊ തീറ്റ ഈക്വൽ ടു -π/3. Substitute in polar form. 1/2 minus I √3/2 equal to 1 × cos -π/3 plus I sin -π/3. Next question. If A plus IB into C plus ID into E plus IF equal to A plus IB, show that A square plus B square into C square plus D square into E square plus F square equal to A square plus B square. Find the square root of the complex number 1 plus I. അപ്പോൾ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് A plus IB into C plus ID into E plus IF equal to A plus IB. അപ്പോൾ A square plus B square ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എന്താണ്? ഐ ഇല്ല. ഹെൻസ് ടേക്ക് കോൺജുഗേറ്റ്. വി ഗെറ്റ് A plus IBയുടെ കോൺജുഗേറ്റ് A minus IB, C minus ID, E minus IF equal to A minus IB. മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? A plus IB
സി പ്ലസ് ഐ ഡി ഇ പ്ലസ് ഐ എഫ് ഇൻറ്റു എ മൈനസ് ഐ ബി സി മൈനസ് ഐ ഡി ഇ മൈനസ് ഐ എഫ്. അപ്പോൾ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്താ? എ സ്ക്വയർ മൈനസ് ഐ ബി ഹോൾ സ്ക്വയർ അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? അപ്പോൾ ഹിയർ എ സ്ക്വയർ മൈനസ് ബിയുടെ സ്ഥാനത്ത് ഐ ബി ഹോൾ സ്ക്വയർ. ഹിയർ സി സ്ക്വയർ മൈനസ് ഐ ഡി ഹോൾ സ്ക്വയർ ഇ സ്ക്വയർ മൈനസ് ഐ എഫ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ഐ ബി ഹോൾ സ്ക്വയർ. ഐ സ്ക്വയർ ഈക്വൽ ടു -1 ആണ്. അപ്പോൾ ഈ മൈനസ് ഒക്കെ എന്താകും? പ്ലസ് ആകും. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫൈൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത അതേ രീതിയിൽ √1 + i = x + iy സ്ക്വയർ ചെയ്യുക. അപ്പൊ 1 + i = x + iy ഹോൾ സ്ക്വയർ = x² + i 2xy + i² y സ്ക്വയർ. i² = നെഗറ്റീവ്, ഹെൻസ് x² - y² + i 2xy. റിയൽ ഇമാജിനറി പാർട്ട് കമ്പയർ ചെയ്യുക. x² - y² = 1, 2xy = 1. i ആണ്, i 1 ആണ്. അപ്പോൾ 1. നെക്സ്റ്റ് x² + y² ഹോൾ സ്ക്വയർ = x² - y² ഹോൾ സ്ക്വയർ + 2xy ഹോൾ സ്ക്വയർ is 1² + 1² = 1 + 1 = 2. അപ്പോൾ x² + y² ഹോൾ സ്ക്വയർ 2 ആണെങ്കിൽ x² + y² = √2. ഇവിടെ എന്തുണ്ട്? x² - y² = 1. ഈ രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്താൽ x² + x² 2x² + y² - y² കട്ടാകും. അപ്പോൾ 2x² = √2 + 1. അപ്പോൾ x² = √2 + 1 / 2. x = ±√2 + 1/2. നെക്സ്റ്റ് ഫൈൻഡ് y. അതെന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻസും സബ്സ്ട്രാക്ട് ചെയ്യുക. x² - x² കട്ടാകും. y² - y² എന്താകും? +y². അപ്പോൾ y² + y², 2y² = √2 - 1. അപ്പോൾ y² = √2 - 1 / 2. y = എന്ത് ചെയ്യും? ഇതിന് റൂട്ട് ഇട്ടാൽ മതി. y = ±√2 - 1/2. ഹിയർ 2xy = +1 തന്നെയാണ്. അതുകൊണ്ട് എക്സും വൈയും ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. Therefore, square root of 1 + i = √2 + 1/2 + i √2 - 1/2. അല്ലെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് √2 + 1/2 മൈനസ് i √2 - 1/2. Thank you.